Welcome to Theory of Collisions for degree classes. കൊളിഷൻ്റെ രണ്ട് ബേസിക്സ് കണ്ടു. ഇനി ഹെഡ് ഓൺ കൊളിഷൻ, അതുപോലെ ഒബ്ലിക് കൊളിഷനിലെ ഹെഡ് ഓൺ ഇമ്പാക്റ്റ്, ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആൻഡ് ഒബ്ലിക് ഇമ്പാക്റ്റ് ഉണ്ട്. ആദ്യം നമുക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട എനർജി ലോസ് ചർച്ച ചെയ്യുക. ഫിസിക്സിൽ കുറേ കൺസർവേഷൻ ലോസ് ഉണ്ട്. അതിൻ്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്, അത്രമേൽ ഇമ്പോർട്ടൻ്റ്. ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ചില ക്വാണ്ടിറ്റി മാറാതിരിക്കും. അതിനെയാണല്ലോ കൺസർവേഷൻ ലോ എന്ന് പറയുക. അപ്പോൾ ഒരു പ്രോസസ്സിന് മുമ്പ് ഒരു ക്വാണ്ടിറ്റി എത്രയാണോ അതേ വാല്യൂ ആയിരിക്കും പ്രോസസ്സ് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് കയ്യോടൊരു ഇക്വേഷൻ കയ്യിൽ കിട്ടുക. ടോട്ടൽ ക്വാണ്ടിറ്റി ബിഫോർ ദി പ്രോസസ് ഈക്വൽസ് ടോട്ടൽ ക്വാണ്ടിറ്റി ആഫ്റ്റർ ദി പ്രോസസ്. അപ്പോൾ സൊല്യൂഷൻ നടത്താൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട അൺനോൺസ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ സഹായിക്കും. അതിൽ പ്രധാനമായിട്ട് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം ഉണ്ട്, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റം ഉണ്ട്, കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ട് ആൻഡ് സോ ഓൺ. ഇതിൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റവും കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അതിൻ്റെ ഫോം മാറില്ല മൊമെൻറ്റത്തിൻ്റെ. നേരെ മറിച്ച് കൺസർവേഷൻ ഓഫ് എനർജി എടുത്താൽ എനർജി പല ഫോമിലുണ്ട്. അപ്പോൾ ചിലയിടത്ത് നമുക്ക് ആ കൺസർവേഷൻ ലോ എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മെക്കാനിക്കൽ സിസ്റ്റം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ എന്നുള്ളത് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാം. പക്ഷേ അവിടെ ഹീറ്റ്, സൗണ്ട് ഇതൊക്കെ ലിബറേറ്റഡ് ആകുകയാണ്, അതും കൂടി ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. എത്ര ഹീറ്റ് ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റമാണ് ഡയറക്റ്റ് ഇമ്പാക്റ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഈ കൺസർവേഷൻ ലോസിന് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ ചിലതൊക്കെ മാറുന്നില്ല എന്നറിയുന്നതിനും എന്നത് ഒരു മനസുഖം തരുന്ന കാര്യം. വൈബ്രേഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പീരിയോഡിക് മോഷൻ, വൈബ്രേഷൻ, ഇതെല്ലാം സൈക്കോളജിക്കലി ഇമ്പോർട്ടൻ്റാണ്. നമുക്കറിയാം, സൂര്യൻ അസ്തമിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു വിഷമം. പക്ഷെ അടുത്ത ദിവസം സൂര്യൻ ഉദിക്കും എന്നുള്ള ആ വിശ്വാസം, രാവിലെ അടുത്ത ദിവസത്തെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം, മനസ്സിനുണ്ടാകുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ വൈബ്രേഷൻ വൈബ്രേഷനാണ്. മ്യൂസിക് കേൾക്കുമ്പോൾ ഉള്ള സുഖം എന്താണെന്ന് നമുക്കറിയാം. ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർ കേസ്, സ്റ്റെപ്സ് ഒക്കെ കാണുമ്പോൾ ഒരു മനസുഖമുണ്ട്. സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ടുള്ള ഹാർട്ട് പേഷ്യൻസിന് പോലും സ്റ്റെയർ കേസ് കാണുമ്പോൾ ഒരു മനസുഖമുണ്ട്. താളം നമ്മുടെ ജീവിതത്തിന് എൻകറേജ്മെൻറ്റ് തരുന്നതാണ്. ഒറ്റ സ്ട്രെച്ചിലൊരു മതിൽ പണിഞ്ഞാൽ അത് കാണാനൊരു സുഖമില്ല. നേരെ മറിച്ച് ഫിക്സഡ് ഡിസ്റ്റൻസിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന പില്ലറുകൾ ആ മതിലിൽ പിടിപ്പിച്ചാൽ കാണാനൊരു സുഖമുണ്ട്. അപ്പോൾ എപ്പോഴും പീരിയോഡിസിറ്റി ഒക്കെ നമുക്ക് സുഖം തരുന്ന കാര്യമാണ് മനസ്സിന്. അങ്ങനെ ഫിസിക്സിൽ പല കാര്യവും നമ്മുടെ മനുഷ്യ ജീവിതത്തെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഗതികളാണ്. ഇന്നിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ്, രണ്ട് സ്ഫിയേഴ്സ് ഡയറക്റ്റ് ഇമ്പാക്റ്റിന് വിധേയമാകുമ്പോൾ കൈനറ്റിക് എനർജി ലോസ് ഉണ്ടാവും എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ impact or after collision equals total momentum before collision. That is m1 v1 plus m2 v2 equals m1 u1 plus m2 u2. u1 u2 കൊളിഷന് മുമ്പുള്ള വെലോസിറ്റീസാണ്, കൊളിഷൻ കഴിഞ്ഞുള്ള വെലോസിറ്റീസാണ് v1 ആൻഡ് v2. നമുക്ക് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ട് അൺനോൺസ് ഉണ്ട് ഇവിടെ. രണ്ട് അൺനോൺസ് സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് ഇക്വേഷൻ വേണം. ഒരു ഇക്വേഷൻ ഇപ്പോൾ കൺസർവേഷൻ ലോയിൽ നിന്ന് കിട്ടി,
രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൊളിഷനിൽ നിന്ന് കിട്ടും. V1 - V2 ഈക്വൽസ് -E × U1 - U2. അപ്പോൾ ആദ്യം ഇനി അത് സ്ക്വയർ ചെയ്യുക. അപ്പോൾ M1 സ്ക്വയർ പ്ലസ് M1 സ്ക്വയർ V1 സ്ക്വയർ പ്ലസ് M2 സ്ക്വയർ V2 സ്ക്വയർ പ്ലസ് 2M1 M2 V1 V2 ഈക്വൽസ് M1 + M2 ദി ഹോൾ സ്ക്വയർ. അത് പിന്നെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 1. Newton's law of impact or collision is relative velocity after impact equals -E times relative velocity before impact. E is the coefficient of substitution. So V1 - V2 equals -E × U1 - U2 the whole square. This square ചെയ്യുക. ഇപ്പോൾ V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് -2 V1 V2 ഈക്വൽസ് E സ്ക്വയർ × U1 - U2 the whole square. ഈ ഇക്വേഷൻ M1 M2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ M1 M2 V1 സ്ക്വയർ പ്ലസ് M1 M2 V2 സ്ക്വയർ -2 M1 M2 V1 V2 ഈക്വൽസ് M1 M2 × E സ്ക്വയർ U1 - U2 ദി ഹോൾ സ്ക്വയർ. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -2 M1 M2 V1 V2 ഇവിടുത്തെ +2 M1 M2 V1 V2 കൂടെ ക്യാൻസൽ ചെയ്യും. പോയിട്ടോ M1 സ്ക്വയർ V1 സ്ക്വയർ പ്ലസ് M2 സ്ക്വയർ V2 സ്ക്വയർ പ്ലസ് M1 M2 V1 സ്ക്വയർ പ്ലസ് M1 M2 V2 സ്ക്വയർ ഈക്വൽസ് M1 U1 പ്ലസ് M2 U2 ദി ഹോൾ സ്ക്വയർ പ്ലസ് M1 M2 × E സ്ക്വയർ × U1 - U2 ദി ഹോൾ സ്ക്വയർ. ഇതിൽ ഇറ്റിക്ക് ചെയ്യുന്ന രണ്ട് ടേംസും കൂടെ കമ്പൈൻ ചെയ്യാം. അതുപോലെ ഈ ക്രോസ് ചെയ്തിരിക്കുന്ന രണ്ട് ടേമും കൂടെ ബ്രാക്കറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് M1 V1 സ്ക്വയർ × M1 + M2. ഈ ടിക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ടേമും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ M1 V1 സ്ക്വയർ കോമൺ ഫാക്ടർ എടുക്കുക × M1 + M2 പ്ലസ് ഇൻറ്റു ചെയ്തിരിക്കുന്ന ഈ രണ്ട് ടേംസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ M2 V2 സ്ക്വയർ കോമൺ ഫാക്ടർ എടുക്കുക × M1 + M2 ഈക്വൽസ് M1 U1 + M2 U2 ദി ഹോൾ സ്ക്വയർ പ്ലസ് M1 M2 E സ്ക്വയർ × U1 - U2 ദി ഹോൾ സ്ക്വയർ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. M1 + M2 ഈസ് കോമൺ. സോ M1 + M2 × M1 V1 സ്ക്വയർ പ്ലസ് M2 V2 സ്ക്വയർ ഈക്വൽസ് റൈറ്റ് സൈഡിൽ M1 M2 U1 - U2 ദി ഹോൾ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു M1 U1 പ്ലസ് M2 U2 ദി ഹോൾ സ്ക്വയർ പ്ലസ് M1 M2 U1 - U2 ദി ഹോൾ സ്ക്വയർ മൈനസ് അപ്പോൾ ഇത് ആഡ് ചെയ്തു സബ്ട്രാക്ട് ചെയ്തു പ്ലസ് M1 M2 E സ്ക്വയർ × U1 - U2 ദി ഹോൾ സ്ക്വയർ. ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിരിക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. M1 U1 പ്ലസ് M2 U2 ദി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ M1 സ്ക്വയർ U1 സ്ക്വയർ പ്ലസ് M2 സ്ക്വയർ U2 സ്ക്വയർ പ്ലസ് 2M1 M2 U1 U2 പ്ലസ് M1 M2 U1 സ്ക്വയർ പ്ലസ് M1 M2 U2 സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഇതും കൂടെ എക്സ്പാൻഡ് ചെയ്തു. ഇത് എക്സ്പാൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം കിട്ടുന്നതായത് -2M1 M2 U1 U2 മൈനസ് M1 M2 U1 സ്ക്വയർ U1 - U2. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ M1 M2 × U1 - U2 ദി ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് ദാറ്റ് കോമൺ ആയിട്ട് എടുത്താൽ 1 - E സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നതായി ഇവിടം വരെ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ -M1 M2 × U1 - U2 ദി ഹോൾ സ്ക്വയർ എന്ന് കോമൺ ഫാക്ടർ എടുത്താൽ ബ്രാക്കറ്റ് 1 - E സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇതും കൂടെ കമ്പൈൻ ചെയ്യുക. ഈ രണ്ട് ടൈമും കൂടെ. അപ്പോൾ M1 U1 സ്ക്വയർ × M1 + M2 പ്ലസ് ഇത്
ഇതും കൂടെ കമ്പൈൻ ചെയ്യുക. അപ്പോൾ പ്ലസ് m2u2 ഇൻറ്റു m1 പ്ലസ് m2, ഈ പ്ലസ് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യും, മൈനസ് m1 m2 ഇൻറ്റു u1 മൈനസ് u2 ഇൻറ്റു 1 മൈനസ് e². ഇത് വീണ്ടും ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. m1 പ്ലസ് m2 ഇസ് കോമൺ. ഇപ്പോൾ m1 പ്ലസ് m2 ഇൻറ്റു m1 u1² പ്ലസ് m2 u2² മൈനസ് ഓഫ് 1 മൈനസ് e² ഇൻറ്റു m1 m2 ഇൻറ്റു u1 മൈനസ് u2². ഇപ്പോൾ RHS കിട്ടി, ഇങ്ങനെ കിട്ടി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെ കിട്ടി. ഇത് രണ്ട് സൈഡിന് നമ്മൾ m1 പ്ലസ് m2 m1 പ്ലസ് m2 2 ഇൻറ്റു m1 പ്ലസ് m2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡിങ് LHS ആൻഡ് RHS ബൈ 2 ഇൻറ്റു m1 പ്ലസ് m2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 2 ഇൻറ്റു m1 പ്ലസ് m2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ ഒരു 1/2 വരും. m1 പ്ലസ് m2 ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ റൈറ്റ് സൈഡിൽ ഒരു ഹാഫ് വരും. അപ്പോൾ ഹാഫ് m1 v1² പ്ലസ് ഹാഫ് m2 v2² ഈക്വൽസ് ഹാഫ് m1 u1² പ്ലസ് ഹാഫ് m2 u2² മൈനസ് ഓഫ് 1 മൈനസ് e² ഇൻറ്റു m1 m2 u1 മൈനസ് u2² ബൈ 2 ഇൻറ്റു m1 പ്ലസ് m2. ഇത് ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷനാണ്. Total final kinetic energy. This is total kinetic energy before impact or total initial kinetic energy. Kf minus Ki. ഇത് ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ this is Kf, this is Ki. ഇത് ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ Kf minus Ki equals minus 1 minus e² ഇൻറ്റു m1 m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 മൈനസ് u2². ഈ Kf മൈനസ് Ki നെഗറ്റീവ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഫൈനൽ കൈനറ്റിക് എനർജി ഈസ് ലെസ് ദാൻ ഇനിഷ്യൽ കൈനറ്റിക് എനർജി. അപ്പോൾ കൊളിഷൻ കഴിയുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജി കൊളിഷന് മുമ്പുള്ള കൈനറ്റിക് എനർജിയേക്കാൾ കുറവാണ്. ദാറ്റ് മീൻസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ദിസ് മച്ച് എമൗണ്ട് ഓഫ് എനർജി ഈസ് ലോസ്റ്റ് ഡ്യൂറിങ് ദി കൊളിഷൻ പ്രോസസ്. അപ്പോൾ ലോസ് ഓഫ് കൈനറ്റിക് എനർജി അതിൻ്റെ എത്ര നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഡെൽറ്റ കെ ഈക്വൽസ് 1 മൈനസ് e² ഇൻറ്റു m1 m2 ഇൻറ്റു u1 മൈനസ് u2² ബൈ 2m ഇൻറ്റു m1 പ്ലസ് m2. സ്പെഷ്യൽ കേസ് നോക്കാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷനാണ് E ഈക്വൽസ് 1. അങ്ങനെയെങ്കിൽ 1 മൈനസ് 1 0, ഡെൽറ്റ കെ ഈക്വൽ 0. കൈനറ്റിക് എനർജി ടോട്ടൽ കൈനറ്റിക് എനർജിക്ക് മാറ്റം ഉണ്ടാവുന്നില്ല. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ അത് നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ മീൻസ് ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷൻ ഈക്വൽസ് ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ, ഓർ ദർ ഈസ് നോ ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഡ്യൂറിങ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ E ഈക്വൽസ് 0. ദെൻ ഡെൽറ്റ കെ ഈക്വൽസ് m1 m2 by 2 into m1 plus m2 into u1 minus u2². This is maximum for given values of u1 and u2. അപ്പോൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആകുമ്പോൾ കൈനറ്റിക് എനർജിയിലുള്ള നഷ്ടം മാക്സിമമാണ്. u1 മൈനസ് u2 എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളിഷനാണ്. അത് u റിലേറ്റീവ് എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഡെൽറ്റ കെ ഇങ്ങനെ എഴുതാം 1 മൈനസ് e² ഇൻറ്റു m1 m2 ഇൻറ്റു u റിലേറ്റീവ് സ്ക്വയർ by 2 into m1 plus m2. ഇനി നമുക്കിതിൻ്റെ ഒബ്ലീക്ക് ഇമ്പാക്റ്റ് കാണാനുണ്ട്. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ്, ലബോറട്ടറി മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് അത്രയാകുമ്പോൾ കൊളിഷൻ തീരും. അടുത്ത പോസ്റ്റിങ്സ് കാണാം. താങ്ക് യു.